നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി ഓണച്ചുരിദാറായാലോ? കണ്ടോ, ഞാനൊരു നെക്കിൽ ഒരു വർക്കും ഇല്ലാത്തൊരു ചുരിദാർ ഞാൻ എടുത്തതാണ് കേട്ടോ. വിഷുവിൻ്റെ തുണിയാണ് കേട്ടോ. ഞാൻ പ്ലെയിൻ ചുരിദാർ ചോദിച്ചു. എല്ലാ ചുരിദാറിലും വർക്കുള്ള ചുരിദാറേ നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് പ്ലെയിൻ ചുരിദാർ തന്നെ വേണം, വർക്കൊന്നും ഇല്ലാത്ത ചുരിദാർ വേണം എന്നാണ്. ഇപ്പോൾ ഈ ചുരിദാറിനേക്കാളും വർക്കുള്ള ചുരിദാറിനേക്കാളും എന്തായാലും വില കുറച്ചാണല്ലോ വർക്കില്ലാത്ത ചുരിദാർ കിട്ടുക. അപ്പോൾ നമുക്കൊരു വർക്കും കൂടി ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ നമ്മൾ മേടിക്കണ കാശ്, വർക്കുള്ള ചുരിദാർ മേടിക്കണ കാശ് നമുക്ക് ലാഭമായി. പക്ഷെ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാനോ കുറച്ച് പൈസ മതി. ഒരു 20 മിനിറ്റ് ഉണ്ടായി നമുക്ക് അടിപൊളി വർക്കുള്ള ചുരിദാർ സ്വന്തമാക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കാനുള്ള ഗ്ലൂ ആണ് കേട്ടോ. അത് മേടിക്കാൻ കിട്ടും. മിററും നമുക്ക് മേടിക്കാൻ കിട്ടും. പല വലിപ്പത്തിലും, റൗണ്ട്, ഡയമണ്ട് ഷേപ്പ്, ചതുരം, ഏത് വലിപ്പത്തിലും കിട്ടും. ചെറുത് വേണമെങ്കിൽ ചെറുത് കിട്ടും, വലിയ മിറർ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ കിട്ടും. ഇത് ഈ മിററൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നെക്കിൽ മാത്രമായിട്ട് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റാണ് എനിക്കെടുത്തുള്ളൂ. പിന്നെ ഞാൻ കഴുത്തിൽ ഫുള്ളും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഭാഗം കൂടി നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഏത് ഷേപ്പിലാണ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഉറപ്പായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുന്നാം. കണ്ടോ, 2 ഇഴ നൂലാണ് ഇതിന് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഇഴ എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരു നൂല് വരുന്നത് 6 ഇഴയായിട്ടാണ് നമുക്ക് വരുന്നത്. അതിൽ നിന്ന് 2 ഇഴ നമുക്ക് മാറ്റി എടുക്കാം. അതിനുശേഷം അതിനുശേഷം സാറ്റിൻ സ്റ്റിച്ചാണ് ഡയമണ്ട് ഷേപ്പുള്ള മിററിന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് എളുപ്പമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. മിറർ വെച്ചിട്ട് ഏത് സ്റ്റിച്ചും നമുക്ക് ചെയ്തെടുക്കാം. ഇത് 2 എളുപ്പത്തിലുള്ള സ്റ്റിച്ചാണ് കേട്ടോ. കണ്ടേ, നമുക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്താലോ? ഏകദേശം ഇത്രയും ദൂരത്തിൻ്റെ പകുതി വെച്ച് നമ്മൾ കുത്തിയെടുക്കുക. താഴേക്ക് അതേ അളവിൽ തന്നെ കുത്തി ഇറക്കുക. മിററിൻ്റെ മീതെ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ. അധികം സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല. താഴേന്ന് കുത്തിയെടുക്കുക, പുറത്തേക്ക് അതേ അളവിൽ തന്നെ കുത്തി ഇറക്കുക. അതേ ഷേപ്പ് വരണം കേട്ടോ. കണ്ട, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലും അതേപോലെ തന്നെ ചെയ്യുക. കണ്ടോ, താഴേക്ക് കുത്തിയിറക്കുക. അടിയിൽ നിന്ന് കുത്തിയെടുക്കുക, താഴേക്ക് ഇതുപോലെ കുത്തിയിറക്കുക. കണ്ടോ, ഇത് ഫില്ലായിട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് നമ്മൾ നൂല് ചെയ്ത നൂല് ചെയ്തൊരു ഭാഗവും നമുക്ക് മറ്റേ മിററിൻ്റെ ഒരു ഭാഗവും പുറത്തേക്ക് കാണാത്ത അതുപോലെ തിക്കായിട്ട് ചെയ്യുക. എന്നാലേ ഇതിപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി റൗണ്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഇത് ചെയ്യാൻ നമ്മൾ 4 ഇഴയാണ് എടുക്കണത് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർ വീഡിയോയിലുണ്ട് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് പഠിക്കാം. അത് നോക്കി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ചെയിനിൻ്റെ ഉള്ളിലൂടെ ബാക്കി ചെയ്ത് കൊടുക്കുമ്പോൾ ചെയിനിൻ്റെ ഉള്ളിലൂടെ
ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചെയിനിൻ്റെ ഉള്ളിൽ അടുത്ത ചെയിനിൻ്റെ സൂചി കുത്തുമ്പോൾ ഒരു ചെയ്ത് വെച്ച ചെയിനിൻ്റെ ഉള്ളിൽ കൂടി കുത്തിയെടുക്കണം. അടുത്ത ചെയിൻ ചെയ്യാം കേട്ടോ. കണ്ടോ, ചെയിൻ സ്റ്റിച്ചാണ് ഇനി ചെയ്ത് കൊടുക്കുന്നത്. നന്നായി മുറുക്കണ്ട, ഇത്തിരി അഴച്ച് ഇട്ടോട്ടെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ആണ് കണ്ടോ. ചെയിൻ സ്റ്റിച്ചും വൃത്തിയായി. ഇനി ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് അടിച്ചിട്ട് ഇവിടെ ഇടയിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണം നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഇതിനേറ്റ് നന്നായി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി ഫുള്ള് ചെയ്ത ശേഷം നമുക്ക് കാണാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. റെഡോ ഇത്തിരി കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ യെല്ലോ ആയ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് തെളിഞ്ഞ് കാണാനില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും